ഇത് 2006 മോഡൽ അംബാസഡറാണ്. എയർ ബ്രേക്ക്, AC എല്ലാം പക്ക വർക്കിംഗ് ആണ്. 2005 മോഡൽ വാഗണറാണ്, VXI 5. 2005 മോഡൽ പുതിയ റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 2008 മോഡൽ വാഗണർ LXI ആണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 3rd. അടുത്തതായിട്ട് 2015 മോഡൽ XUV 500 W8 ഓപ്ഷനാണ്. ഫുൾ ലോഡ് വരുന്ന വണ്ടിയാണ്. ഇത് ടൊയോട്ടയുടെ എസ്റ്റിമ എന്ന് പറയുന്ന മോഡലാണ്. ഇമ്പോർട്ടഡ് വെഹിക്കിളാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആലുവ പറവൂർ കവല എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. വീൽസ് ആൻഡ് ഡീൽസ് പാർക്ക് ആൻഡ് സെയിൽ എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. ഒരു 60,000 രൂപ തൊട്ട് മുകളിലോട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാനും എടുക്കാനും കൊള്ളാവുന്ന വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇവിടുത്തെ ഷോപ്പിലെ ഓണർ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യമൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കിയിട്ടും വരാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ ഷോപ്പ് ഈ ഷോപ്പ് കറക്റ്റ് എവിടെയാണെന്നുള്ളതൊന്ന് വ്യക്തമായിരിക്കും ആദ്യം. ഇത് ആലുവയാണ്. ആലുവ പറവൂർ കവലയാണ്. ഇതിപ്പം ഇച്ചിരി അകത്തോട്ടല്ലേ, ഒരു ലാൻഡ് മാർക്കോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും കണ്ടുപിടിക്കുക എളുപ്പം? അത് നിയറസ്റ്റ് ടു ആലുവ ടെസ്റ്റിംഗ് ഗ്രൗണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പം ഓപ്പോസിറ്റ് സൈഡായിട്ട്. അതെ അതെ അതെ. ഓക്കെ. ഇപ്പം കിടക്കുന്ന വണ്ടികളുടെ ഒരു ഇതെന്ന് പറയുമ്പോൾ ഒരു 60 രൂപ തൊട്ടുള്ള വണ്ടികൾ കിടക്കുന്നുണ്ട്. ഏത് വർഷം തൊട്ടുള്ള വണ്ടിയായിരിക്കും? അത് 2011 തൊട്ട്. 2011 വണ്ടിക്ക് 60,000 രൂപ ഉള്ളൂ. അതെ അതെ. ഏതാണ് വണ്ടി? അത് ഷെവർലെ സ്പാർക്ക്. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. ഇത് 2019 മോഡലാണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? ആകെ 48 ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം, നീറ്റാണ്. 1 ലിറ്റർ എഞ്ചിനാണ്. സീറ്റ് കവേഴ്സ് ആയിട്ട് ചെയ്തിട്ടില്ല, മാനുവലാണ്. 2 ഡോർ പവർ വിൻഡോ അല്ലേ? അതെ. റീപ്ലേസോ അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. ഇല്ല. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഉടനെ ഒന്നും മാറേണ്ട ആവശ്യം വരുന്നില്ല. ബോഡി ബേസ് ചെയ്തിട്ട് വലിയ അപാകതകൾ കാര്യങ്ങളൊന്നും കാണുന്നില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 190. 190. അതെ. ഓക്കെ. ടയേഴ്സ് 4 ടയേഴ്സും അത്യാവശ്യം നല്ലപോലെ. എന്തെങ്കിലുമൊക്കെ റിഡക്ഷൻ വരുമോ വിലയിൽ? കുറച്ച് കൊടുക്കാം. നമുക്ക് തീർച്ചയായിട്ടും കുറച്ച് കൊടുക്കാം. ഒരു 50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണോ? പിന്നെ തീർച്ചയായിട്ടും ഇത് ഫുൾ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാം. അത്രയും ചെയ്യാം. അടുത്തത് മെർസിഡീസ് ബെൻസ് ആണ്. ഇത് ഈ ക്ലാസ്സിൽപ്പെട്ട വേരിയൻ്റ് ആണ്. 2014 മോഡലാണ്. 1,00,000 കിലോമീറ്റർ കവറായിട്ടുണ്ട്. അതർ സ്റ്റേറ്റ് വാഹനമാണ്. നമ്മളെ കേരളാക്കിയിട്ടുണ്ടോ? കേരളാക്കിയിട്ടില്ല. അത് NOCയിലാണ് നമ്മൾ വില പറയുന്നത്. അപ്പോൾ ഈ കേരളാക്കി കൊടുക്കുന്ന റേറ്റാണോ പറയാൻ പോകുന്നത്? കേരളാക്കി കൊടുക്കുമ്പോൾ 13 ലാക്ക് റേഞ്ച് വരും. അതെ. 13 30? 13 ലക്ഷം. 13 ലക്ഷം. ഓക്കെ. ടയേഴ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലപോലെ ഉണ്ട്. ഡുവൽ ടോൺ അല്ലേ വണ്ടി? അതെ. സൺറൂഫ് വരുന്ന വണ്ടിയാണ്. ഓക്കെ. റീപ്ലേസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല? കിലോമീറ്റർ ഒക്കെ നമുക്ക് ജെനുവിൻ പറയാൻ പറ്റുമോ? അതിനെന്താ, ജെനുവിൻ കിലോമീറ്ററാണ്. എത്ര നമ്മളല്ലാതെ കൊടുക്കുവാണെങ്കിൽ? അത് വിത്ത് NOCയിലാകുമ്പോൾ 10 ലാക്സ് ആണ് ചോദിക്കുന്നത്. കേരള ആക്കി കൊടുത്താൽ 13. അതെ. ഓക്കെ. ഇത് മൈലേജ് എങ്ങനെ ആയിരിക്കും? മൈലേജ് 16 എബോവ്. അത്ര കിട്ടുന്നുണ്ട്? 16 എബോവ് ആണ്. വണ്ടി കാണാനൊക്കെ കൊള്ളാം, വൃത്തിയുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. ഇത് 2013 മോഡൽ പെർമിറ്റ് ആണ്. കേരള പെർമിറ്റ് ആണ്. ടാക്സി വണ്ടിയാണ്. 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് ഇങ്ങനെ ചിന്നി ഇരിക്കുന്നുണ്ട്. അത് അങ്ങനെ വെച്ചേക്കാണ്. കണ്ടതിന് ശേഷം നമ്മളത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നതാണ്. മാറ്റി കൊടുക്കാം. ഓക്കെ. ചെറിയൊരു കല്ലടിച്ച പോലെ അല്ലേ? അതെ. വേറെ അപാകതകളൊന്നുമില്ല. ബാക്കി ഓവറോൾ വെരി ഗുഡ് കണ്ടീഷനാണ്. വണ്ടിക്ക് അകമൊക്കെ കൊള്ളാൻ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയറൊക്കെ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. ഓക്കെ. ചോദ്യം എത്രയാ? ചോദ്യം 2.5. അതെ. ഡീസലല്ലേ? ഡീസൽ ടാക്സി. ഇതിപ്പം ടാക്സി അല്ലാതെ എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആക്കി കൊടുക്കൂ. പിന്നെന്താ, പ്രൈവറ്റാക്കി ആക്കി കൊടുക്കും. പ്രൈവറ്റിൽ ചെയ്ത് കൊടുക്കും. 2005 മോഡൽ വാഗണറാണ്. VXI 5. 2005 മോഡൽ പുതിയ റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുത്തൻ പേപ്പറാണ്. 5 കൊല്ലത്തേക്ക്. 30 വരെ പേപ്പറുണ്ട്. 30 വരെയും പേപ്പറുണ്ട്. 2005 മോഡൽ VXI. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്.
ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ ജെന്യൂൻ ആണോ? അതെ അതെ, കിലോമീറ്റർ എല്ലാം ജെന്യൂനാണ്. വർഷത്തിൻ്റെ പഴക്കത്തിൻ്റെതായ പെയിൻറ്റ് പോയി അങ്ങനെയുള്ള ഇതുണ്ട്, അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. സീറ്റ് കവർ പ്രത്യേകം അടിച്ചല്ല. ടയേഴ്സ് ആവറേജ് താഴെ നിൽക്കുന്ന ടയറാണ്. വണ്ടിയുടെ ബോഡി ബേസിൽ വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ബോഡി ബേസിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇവിടെ ഇത്തിരി ഷെയ്ഡ് വീണിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അറ്റകുറ്റ പണികളെടുത്തിട്ടുണ്ട്. ഓക്കെ, എത്ര ചേട്ടാ ചോദിക്കുന്നത്? ഇത് 90,000. ഇത് 2008 മോഡൽ വാഗണർ LXI ആണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് തേർഡ് ഓണറാണ്. റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. 2028 വരെ പേപ്പേഴ്സ് വാലിഡിറ്റി ഉണ്ട്. 28 വരെ. AC പവർ സ്റ്റിയറിംഗ്, സീറ്റ് കവർ, പവർ സ്റ്റിയറിംഗ് ഒക്കെ എല്ലാം വർക്കിംഗ് ആണ്. കണ്ടീഷനാണ്. മെക്കാനിക്ക് ഒരു ഇഷ്യൂസും ഇല്ല. നല്ല മെക്കാനിക്ക്, റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. വണ്ടി കാണാനൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ടാണ്. ഇവിടെയൊക്കെ വർഷത്തിൻ്റെ ഇത്രയും വർഷമായതിൻ്റെ ചെറിയ ഒരു പോരായ്മ ഈ പെയിൻറ്റ് ബേസ് ചെയ്തുകൊണ്ട് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വേറെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഷേപ്പുള്ള വണ്ടി തന്നെയാണ്, വലിയ കുഴപ്പമില്ല. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? റീപ്ലേസ്മെൻ്റ് ഇല്ല, ഫ്ലഡ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള തുരുമ്പോ കാര്യങ്ങളോ അങ്ങനെയുള്ളതൊന്നും കാണുന്നില്ല. ആ രീതിയിൽ വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വേറെ അപാകതകളൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 1.35. ഇത് 2018 മോഡൽ ഡെൽറ്റ ഓപ്ഷണലാണ്. പെട്രോൾ വേരിയൻ്റാണ്. 47,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ. സെക്കൻഡ് ഓണറാണ്. ജെനുവിൻ കിലോമീറ്ററാണ്. ഫ്ലഡോ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഫുൾ കമ്പനി സർവീസാണ്. ഓട്ടോമാറ്റിക് മിറർ, സീറ്റ് കവർ, ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം, ABS, എയർ ബാഗ് എല്ലാം വരുന്ന ഓപ്ഷനാണ്. ചോദിക്കുന്ന വില 5,400 ആണ്. 5,400? ആ, അതൊരു ഡൗൺ പേയ്മെൻറ്റ് ഒരു 50,000 ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. 5 വർഷം ലോൺ സൗകര്യങ്ങളൊക്കെ കിട്ടും? 5 വർഷം ലോൺ സൗകര്യം. ഓക്കെ, വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വേറെ പാകപ്പഴകളൊന്നും കാണുന്നില്ല. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഡിക്കിയൊക്കെ നോക്കിയാലൊക്കെ നീറ്റായിട്ട് തന്നെ ഇരിക്കുക. അതൊന്നും കുഴപ്പമില്ല. അടുത്തതായിട്ട് 2015 മോഡൽ XUV 500 W8 ഓപ്ഷനാണ്. ഫുൾ ലോഡ് വരുന്ന വണ്ടിയാണ്. 1,00,000 കിലോമീറ്റർ കവറായിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ്. ഇപ്പോഴും കമ്പനി സർവീസിലാണോ? ഉണ്ട്. സർവീസ് എല്ലാം ഷോറൂമാണ്. ഷോറൂം സർവീസ് തന്നെയാണ്. അതെ. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 4 ഓണറായി. വണ്ടി കാണാൻ പക്ഷേ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഒന്നും കുഴപ്പമില്ല. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി അതിൻ്റെതായ മെനയിൽ തന്നെ ഇരിക്കുക. ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ. വിളിക്കാട്ടാ. ഓരോ കൊള്ളാം. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇത് ഡീസലല്ലേ? ഡീസലാണ്. ഒരു മൈലേജ് പറഞ്ഞാൽ മൈലേജ് ഒരു 16. CV ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അത് അറിയാൻ പറ്റും. ഇവിടെ ചെറിയ ചണക്കുണ്ടല്ലേ? ചെറിയ വേറെ റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഇവിടെ ഒരു ചെറിയതല്ലേ, അല്ല റീപ്ലേസ് ആയിട്ട് പറയുന്നില്ല. നല്ല ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും കേട്ടോ. ക്ലിയർ ചെയ്ത് കൊടുക്കും. ക്ലിയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, എത്ര ചോദിക്കുന്ന വില 6 ലക്ഷമാണ്. 6 നെഗോഷ്യബിളാണ്. ഫുൾ ഫിനാൻസ് വേണമെങ്കിൽ പാസ്സാക്കാം. അത്രയും കിട്ടും. 15 മോഡലുണ്ട്. അടുത്തതായിട്ട് 2011 മോഡൽ വെൻഡോ ഹൈലൈൻ ഡീസൽ 1.5 എഞ്ചിൻ ഫുൾ കമ്പനി സർവീസ്. 160 ഓടിയിട്ടുണ്ട്. പക്ഷേ വണ്ടി നല്ല നീറ്റ് ആൻഡ് ടൈഡിയാണ്. ഇതിൻ്റെ ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ മാറിയാണ്? എല്ലാം പീരിയോഡിക്കലായിട്ട് കമ്പനിയിൽ മാറിയിരിക്കുന്നതാണ്. യാതൊരു വിധ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഫ്ലഡോ കാര്യങ്ങളൊന്നുമില്ല. ABS, എയർ ബാഗ്, ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം, ക്ലൈമറ്റ് കൺട്രോൾ, AC, ക്രോം എല്ലാം മെറ്റൽ ക്രോമാണ്. ഹൈലൈനിന് വരുന്ന എല്ലാ ഓപ്ഷനും ഉണ്ട്. അലോയ്സ്, ബാക്ക് AC വെൻ്റൊക്കെ വരുന്ന മോഡലാണ്. അതെ. ടയേഴ്സ് അത്യാവശ്യം ടയേഴ്സ് കിടപ്പുണ്ട്. 1.5 എഞ്ചിനാണ്. 160 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണറാണ്. ഫുൾ കമ്പനി സർവീസ് വരുന്ന വണ്ടിയാണ്. ഇത് ബ്ലാക്ക് ആണ്? ബ്ലാക്ക് ആണ്. ഒറിജിനൽ ബ്ലാക്ക് ആണ്. അല്ല, ചിലത് അങ്ങനെ കടും കളറാകുമ്പോൾ തിരിച്ചറിയാൻ പറ്റും. പ്യുവർ ബ്ലാക്ക് ആണ്. എത്ര ചോദ്യം? ഇത് 3 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. ഇപ്പം ഈ നെഗോസിയേഷൻ എന്ന് പറയുന്നല്ലോ, അതൊരു ലാസ്റ്റ് പ്രൈസ് പറയാൻ ലാസ്റ്റ് 275 നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു 25 രൂപ 30 രൂപയൊക്കെ വേണമെങ്കിൽ ഈ പറയുന്ന തുകകളിൽ ഒന്ന് കുറയ്ക്കാൻ പറ്റുന്ന തുകയാണ് അല്ല. അപ്പോൾ അത് കാണുന്നവർക്ക് ഒരു ഊഹം ഉണ്ടാവുമല്ലോ ഈ വിലയ്ക്ക് നമുക്ക് കിട്ടുമെന്നുള്ളത്. അതുകൊണ്ടാണ് ചോദിച്ചത്.
ഇത് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, കമ്പനി പെയിൻ്റ് ആണ്, സ്റ്റോക്ക് കണ്ടീഷൻ. വണ്ടി കാണാൻ നല്ല വൃത്തിയുണ്ട്, നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നല്ല ടയേഴ്സാണ്, അലൈ വീല് കാര്യങ്ങളൊക്കെ ആയിട്ട് വൃത്തിയായിട്ട് കിടപ്പുണ്ട്. 2015 മോഡല് ടൊയോട്ട ആൾട്ടീസ് ആണ്, ഡീസൽ GL ഓപ്ഷനാണ്, ഏറ്റവും കൂടിയതാണ്. ഫോൾഡിങ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ്. ഇത് അതർ സ്റ്റേറ്റിൽ നിന്ന് വന്നിട്ട് ഇവിടെ പേപ്പർ അയക്കുന്ന വണ്ടിയാണ്, ലൈഫ് ടാക്സ് അടിച്ചിരിക്കുന്ന വണ്ടിയാണ്. കിലോമീറ്റർ അപ്പോൾ നമുക്ക് ജെനുവിൻ പറയാൻ പറ്റും. കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ജെനുവിൻ കമ്പനി സർവീസ് വരുന്ന വണ്ടിയാണ്. അത് ജെനുവിനാണ്, റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, ഫ്ലഡും ഇല്ല. വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയേഴ്സൊക്കെ അത്യാവശ്യം ടയേഴ്സ് കിടപ്പുണ്ട്. ഏറ്റവും ടോപ്പ് ആൻഡ് ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് GL. ഡീസലോ പെട്രോളാ? ഡീസൽ. ഡീസൽ മാനുവൽ. എത്ര ചോദിക്കുന്നത്? ഇത് 9 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 9 ലക്ഷം. ഇത് ഫുൾ ഫിനാൻസ് പാസ്സാക്കാം. ഇതും കിട്ടും? അതർ സ്റ്റേറ്റ് അല്ലേ? അതർ സ്റ്റേറ്റ് ആണെന്നാലും ഫിനാൻസ് പിന്നെ 15 മോഡലുണ്ടല്ലോ, 5 കൊല്ലത്തേക്ക് ലോൺ പാസ്സാക്കാം. ഇത് ടൊയോട്ടയുടെ എസ്റ്റിമ എന്ന് പറയുന്ന മോഡലാണ്, ഇമ്പോർട്ടഡ് വെഹിക്കിളാണ്, 7 സീറ്ററാണ്, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഇത് ആസ്കിംഗ് പ്രൈസ് 12 lakhs ആണ്. നമ്മളെ നാട്ടിലെ വണ്ടിയല്ലേ അല്ലേ? നാട്ടിലെ വണ്ടി അല്ല, ഇത് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൂടുതലുള്ള വണ്ടിയാണ്. നല്ല ഗിയർ നോബോ, സ്റ്റിയറിങ്ങിൻ്റെ അടുത്ത് തന്നെയാണ് ഗിയർ. നല്ല കംഫോർട്ട് വരുന്ന വണ്ടിയാണ്. മുട്ടം വണ്ടിയുടെ ഒരു ഫീലുണ്ട് വണ്ടിക്കകം കാണുമ്പോൾ. ഇതൊന്ന് വാഷ് ചെയ്ത് പോളിഷ് ചെയ്തെടുത്ത വണ്ടി. സീറ്റ് കവറായിട്ട് ചെയ്തിട്ടില്ല, പക്ഷെ വണ്ടിക്കകം നല്ല നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. സെൻട്രൽ AC എല്ലാ പോർഷൻസിലും സെൻട്രൽ AC ഉണ്ട്, മുകളിൽ ടോപ്പിലുണ്ട് അല്ലേ? അതെ. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്, അന്നത്തെ ടോപ്പ് എൻഡാണ്, ABS എയർ ബാഗ് എല്ലാം വരുന്ന വണ്ടിയാണ്. ഒരു മൈലേജ് ഒക്കെ പറയാൻ പറഞ്ഞാൽ എത്ര? About 10. ഓക്കെ. എത്ര ചോദിക്കുന്നത് 12 ലക്ഷമാണ്. 12 lakhs ആണ്. ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം ടയേഴ്സ് കിടപ്പുണ്ട്. വണ്ടി ഓരോ കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ടോപ്പ് ചണങ്ങിയിട്ടുണ്ടോ ചെറിയ? ഈ സൈഡ് അതോ ഇത് വെട്ടത്തിൽ? ഈ സൈഡ് ചെറുതായിട്ടൊരു ചണക്ക് പോലെ ഉണ്ട്. അല്ല വേറെ ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല. എന്തായാലും നമ്മളെ നാട്ടിലെ വണ്ടിയല്ല, ഒരു ഇതുണ്ട് വണ്ടിക്ക് പ്രത്യേക. പേപ്പർ ആക്കി കൊടുക്കാം കേട്ടോ, ആളുടെ പേരിലേക്ക് NOC എടുത്തിട്ട് നമ്മളത് പേരിലേക്ക് മാറ്റി കൊടുക്കും. ടാക്സ് അടിച്ച് ഇനി വരുന്ന 5 വർഷത്തേക്കുള്ള ടാക്സ് അടിച്ച് നമ്മൾ പേര് പുതുതായിട്ട് എടുത്തു കൊടുക്കുക അല്ലേ? അതെ. 2015 മോഡലാണ്, GX 7 സീറ്റർ, ABS എയർ ബാഗ് വരുന്ന ഓപ്ഷനാണ്. രജിസ്ട്രേഷനാണ്, പേപ്പർ ആയതാണ്. എല്ലാം പേപ്പർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കിടക്കുക അല്ലേ? അതെ. ലോൺ വേണ്ടവർക്ക് ലോൺ ഇട്ട് കൊടുക്കാം. 9 ലക്ഷം രൂപ IDV ഉണ്ട്. ഏത് വർഷമായിരുന്നു? 2015 മോഡൽ, 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല, നല്ല വണ്ടിയാണ്. ടൈമിംഗ് ചെയിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം മാറിയതാണ്, 1.5 മാറിയിരിക്കുന്നു. ഓക്കെ, കൊള്ളാം. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ടോപ്പ് AC വെൻ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ രീതിയിൽ വണ്ടി കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ടിരിപ്പുണ്ട്. ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. വണ്ടി കാണാൻ ഓവറോൾ കൊള്ളാം കേട്ടോ, നല്ല വൃത്തിയായിട്ടിരിക്കുന്നു. ബോഡിയൊക്കെ ആണെങ്കിലും കൊള്ളാം, ഷേപ്പുണ്ട്. അതേപോലെ കളർ ഫെയ്ഡോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ആ രീതിയിലെല്ലാം കൊള്ളാവുന്നൊരു വണ്ടി. നല്ല ടയേഴ്സാണ് കിടക്കുന്നത്, നല്ല ടയർ എന്ന് പറഞ്ഞാൽ നല്ല പുത്തൻ ടയർ പോലത്തെ ടയേഴ്സാണ് കിടക്കുന്നത്. എത്ര ചോദ്യം? ഇത് 10 lakhs ആണ് ചോദിക്കുന്നത്. 10 ലക്ഷം. അതെ. ഇതൊക്കെ വർക്ക് ചെയ്യുമോ? മങ്ങിയൊക്കെയാണല്ലോ, കൊടുക്കുമ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇത് 2006 മോഡൽ അംബാസഡറാണ്. എയർ ബ്രേക്ക്, AC എല്ലാം പക്ക വർക്കിംഗ് ആണ്. ഒറ്റയടിക്ക് സ്റ്റാർട്ടാവുന്ന വണ്ടി, നല്ല വണ്ടി, പാച്ച് വർക്കോ കാര്യങ്ങളൊന്നുമില്ല. നല്ല സീറ്റ് അപ്പോൾസറി ഉണ്ട്. മാനുവൽ ഗിയറാണ്. 2006 മോഡലാണ് കേട്ടോ. 6. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് ചെക്ക് ചെയ്തിട്ടില്ല, 3-4 ആയി കാണണം, കാരണം അംബാസഡർ പഴയ വണ്ടിയല്ല. ഫോർമാറ്റൊക്കെ അടിച്ച് വൃത്തിയായിട്ട് ഇട്ടേക്കും അല്ലേ? അതെ. ടയേഴ്സ് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്, അത് കുഴപ്പമില്ല. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് വണ്ടി. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ വൃത്തിയാണ്. അതുപോലെ ഫ്ലോർ തന്നെ നോക്കിയാലും നല്ല നീറ്റായിട്ട്
ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടേക്കുന്നതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട്. ഡോർ പാഡൊക്കെ നോക്കിയാൽ തന്നെ അതിൻ്റേതായൊരു വൃത്തിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ 2006 വണ്ടിയാണ്, അതിൻ്റേതായ പഴക്കത്തിൻ്റേതായ ഇതുണ്ട്. അല്ലാതെ വേറെ തുരുമ്പോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. വലിയൊരു റീപെയിൻറ്റ് വന്നൊരു വർക്കായിട്ടോ അങ്ങനെ കാണുന്നില്ല. ഇവിടെയൊക്കെ ചെറിയ ചെറിയ പൊട്ട് പോലെയുള്ള സംഭവങ്ങളേ ഉള്ളൂ, അല്ലാതൊന്നും കാണുന്നില്ല. അല്ല ഇവിടെ ഇങ്ങനെ പെയിൻറ്റിൻ്റെ ഒരു ഇത് പോയിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 1.25 എക്സ്പെക്ടേഷൻ. 1.25 പാർട്ടി വണ്ടിയാണ്. പാർക്ക് ആൻഡ് സെയിലാണല്ലേ? അതെ. 1.25 രൂപയുടെ പ്രതീക്ഷയിലിട്ടേക്കുന്ന വണ്ടി. 2011 മോഡൽ 12 രജിസ്ട്രേഷൻ സ്പാർക്കാണ്, ഷെവർലെ സ്പാർക്ക്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർ. AC കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുമോ? എല്ലാം വർക്കിംഗ് ആണ്. AC, പവർ സ്റ്റിയറിങ്. അത്യാവശ്യം നല്ല സീറ്റ് കവേഴ്സ് കിടപ്പുണ്ട്. അതേപോലെ ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം അടിച്ച് വൃത്തിയായിട്ട് ഇട്ടേക്കുന്നൊരു വണ്ടി. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ടിരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ബ്ലാക്കാണ് വണ്ടി. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും സീറ്റ് കവർ ചാരിയിരിക്കുന്ന സൈഡ് വെയിലത്തെ കിടക്കുന്ന പൂത്ത് ആ രീതിയിലായി പോയി എന്നുള്ളതേ ഉള്ളൂ. വൃത്തിയാക്കിയാൽ തീരാവുന്ന കേസ്. സീറ്റൊക്കെ ടയേഴ്സ് ആവറേജ് ഉണ്ട്. ഓക്കെ, എത്ര ചോദ്യം? 60,000. 60,000 രൂപ. ഇതാണ് 60,000 രൂപ കിടക്കണം പറഞ്ഞല്ലേ? അത് കുറച്ച് കൊടുക്കാം, നമുക്ക് അതിൽ നിന്നും കുറയ്ക്കും. കുറച്ച് കൊടുക്കാം. ഏകദേശം ഈ വണ്ടിക്ക് എന്തോ കുറയും? 50,000 രൂപ കൊടുക്കാം ഫൈനൽ. 50,000 ലാസ്റ്റ്. പിന്നെ ഒരു ബാർഗനിങ് ഇല്ല? പിന്നെ ബാർഗനിങ് ഇല്ല. കൊടുക്കാവുന്ന മാക്സിമം വില കുറച്ച് വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെ. മെക്കാനിക്കൽപരമായിട്ട് യാതൊരു ഇഷ്യൂസും ഇല്ല, നല്ല റണ്ണിങ് കണ്ടീഷനാണ്, എല്ലാം വർക്കിംഗ് ആണ്. ഇതിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ? പേപ്പർ ഇനി 2 കൊല്ലം കൂടി വാലിഡിറ്റി ഉണ്ട്. 27 വരെ. 11 മോഡൽ 12 രജിസ്ട്രേഷൻ. അടുത്തത് 2011 മോഡൽ നിസാൻ മൈക്ര ഫുൾ ലോഡ് വണ്ടിയാണ്, XV പ്രീമിയം. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 4th ഓണറായി. ഫുൾ കമ്പനി സർവീസാണ്, മെക്കാനിക്ക് പക്കാ മെക്കാനിക്കാണ്. പെട്രോൾ അല്ലേ? പെട്രോൾ വേരിയൻറ്റ്, എയർ ബാഗ് വരുന്ന ഓപ്ഷൻ. അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡാണ്. എത്ര എയർ ബാഗാണ്? 2? ഇത് സിംഗിൾ എയർ ബാഗ്. സിംഗിൾ. ഓക്കെ, വണ്ടിക്കകമൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്, ഒന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ തന്നെ അങ്ങനെ നീറ്റ്നെസ് ഉണ്ട്. 4 ഓണർഷിപ്പായി എന്നുള്ളതേ ഉള്ളൂ. ടയേഴ്സ് ആവറേജ് ടയേഴ്സാണ് കിടക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പെട്രോളാണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് കിലോമീറ്റർ ആണ്. 14 മൈലേജിലെ ആണ് ആ റേഞ്ചേ ഉള്ളൂ. 14 മൈലേജ്. എത്ര ചോദിക്കുന്നത്? 145. 145. നമുക്ക് വന്നതിന് ശേഷം നെഗോസിയേഷൻ ചെയ്യാം. അതായത് നേരത്തെ എണ്ണം പറഞ്ഞ പോലെ ഒരു വൃത്തിയുള്ള നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളതാണ് പറയുന്നത്. കിഡ് 2016 മോഡൽ RXT എന്ന് പറയുന്ന ഓപ്ഷനാണ്. എയർ ബാഗ്, സിംഗിൾ എയർ ബാഗ് വരുന്ന മോഡലാണ്. ഇത് ഓടിക്കുന്ന കിലോമീറ്റർ 63,000 കിലോമീറ്ററാണ്. 3rd ഓണറായി നിലവിൽ. 3rd ഓണർ. അതെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ബോഡിയിൽ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്, അല്ലാണ്ട് വേറെ കംപ്ലയിൻസോ വരണമെന്നില്ല. ഡാഷ് ബോർഡ് ആ ഭാഗം എന്താ പൊക്കി വെച്ചേക്കണേ? അത് ഡബിൾ ഡാഷാണ്, അത് അങ്ങനെ താത്താം. ചെറിയൊരു ആൻഡ്രോയിഡ് സിസ്റ്റമൊക്കെ വെച്ചിട്ടുണ്ട്. ഈ വണ്ടി കാണാനൊക്കെ വൃത്തിയാണ്. സീറ്റ് കവറായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ടയർ ആവറേജ് താഴെയാണ് നിൽക്കുന്നത്. എത്ര ചോദ്യം? എത്രയാണ് ഇത്? 2.25 ചോദിക്കുന്നത്. 2.25. ഇത് നമുക്ക് ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ 1 രൂപ പോലും ഇല്ലെങ്കിലും സംഭവം ഇറക്കുകയും ചെയ്യാം. ഈ 1 രൂപ പോലും ഇല്ലാതെ നിങ്ങൾക്ക് വന്ന് വണ്ടി എടുക്കാമെന്ന് പറയുന്നത്, വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്കൊരു നല്ല കാര്യമാണെങ്കിലും ഇവിടെ കുറച്ച് സ്ക്രാച്ച് ഉണ്ട് കേട്ടോ. അത് വർക്ക് ചെയ്യുമെന്നാ? എല്ലാം വർക്കിംഗാണ്. അല്ല, അത് വൃത്തിയാക്കി അത് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഫുൾ ലോൺ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ പറഞ്ഞാൽ ലോൺ അടവ് കൂടുതലായിരിക്കും. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ചെറുതായിട്ട് അടച്ചെടുത്താൽ അതാണ് ഏറ്റവും നല്ലത്. ഇത് 2004 മോഡൽ ഷെവർലെ ഒപ്ട്ര പെട്രോൾ വേരിയൻ്റ് ആണ്. 1.5 എഞ്ചിനാണ്. ഓടിയിരിക്കുന്ന കിലോമീറ്റർ 1 lakh. 1 lakh മേളിൽ പോയിട്ടുണ്ട്. 1 lakh, കറക്റ്റ് 1 lakh. 1 lakh. ഓക്കെ, ജെനുവിൻ കിലോമീറ്റേഴ്സ് ആണ്. പുതിയ ടെസ്റ്റ് ചെയ്ത വണ്ടിയാണ് കേട്ടോ. പുതിയ ടെസ്റ്റ് ചെയ്ത്. അപ്പോൾ ഇനി 5 വർഷത്തേക്ക് പേപ്പർ ഉണ്ട്. അതെ, 4-5 കൊല്ലത്തേക്ക് പേപ്പർ ഉണ്ട്. ഇൻഷുറൻസും വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ ആ നീറ്റ്നെസ് ഉണ്ട്. തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല, ആ രീതി വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും കൊള്ളാം. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ഫുൾ ലോഡ് വണ്ടിയാണ്. ഓക്കെ, എത്ര ചോദ്യം? ചോദിക്കുന്നത് 1.10.
1.10. ഇതിലും വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവുമല്ലോ? അത് തീർച്ചയായിട്ടും ഉണ്ടാവും. വന്ന് ഡയറക്റ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൊടുക്കാം. അപ്പം ചിലപ്പോൾ ഒരു 1 അല്ലെങ്കിൽ 1.5 ആയിട്ട് വാങ്ങിക്കാൻ പറ്റാവുന്നൊരു വണ്ടിയാണ്. അത്യാവശ്യം വലിയൊരു വണ്ടി. ഇത് മൈലേജ് എന്താ കാണും? മൈലേജ് 15 മൈലേജ്. 15 ഉണ്ട്. പെട്രോൾ അല്ലേ? പെട്രോൾ. ഓക്കെ. വേറെ അപാകതകൾ പറയാൻ എന്തെങ്കിലും? ഇല്ല, ഒന്നുമില്ല. റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല, എല്ലാം ജെന്യൂൻ പാർട്സാണ്. ഓക്കെ. വണ്ടി ഓരോ കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ആ രീതിയിൽ നീറ്റായിട്ട് ഇരിക്കുന്നൊരു വണ്ടി. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നെന്നാണ് ഒരു വിശ്വാസം. ആലുവ വന്ന ദിവസം തന്നെ എനിക്ക് എന്തായാലും ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എന്നാലും നോക്കാം. ആദ്യത്തെ വീഡിയോ ആണ് ആലുവയിലെ. അപ്പം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ചെറുതും വലുതുമായ എല്ലാ ടൈപ്പ് വണ്ടികളും കാണിച്ചു തരാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും വണ്ടികളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നല്ലപോലെ നോക്കി നല്ല നല്ല വണ്ടികൾ എടുത്തുകൊണ്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞുകൊള്ളുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടൊരു വീഡിയോ കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ബൈ.